ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുനർന്ന സൈനിധി ദി ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട്. പുതിയ എപ്പിസോഡ് എന്താണെന്ന് പറഞ്ഞാൽ വളരെ ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഇൻവെസ്റ്റിംഗ് മാത്രം പോരാ, ട്രേഡിങ്ങും വേണം. പക്ഷേ ട്രേഡിങ് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത് ഇൻട്രാഡേ ട്രേഡിങ്ങിലൊക്കെ ആകുമ്പോഴാണ് അത് സൂക്ഷിച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓപ്ഷൻ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. കാരണം അത് ലിവറേജ് എടുത്തുകൊണ്ട് വലിയ തോതിലാണ് നമ്മൾ ചെയ്യുന്നത്. വലിയ എമൗണ്ട് അതിന് മറ്റൊരാളുടെ, അതായത് ബ്രോക്കറുടെ കാശ് നമ്മൾ കടം എടുക്കുമ്പോൾ അതൊരു നിശ്ചിത സമയത്തിനുള്ളിൽ അവർക്ക് തിരിച്ചു കൊടുക്കണം. ആ തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ അത് ചിലപ്പോൾ ഓപ്ഷൻ ആകുമ്പോൾ നമുക്ക് കൂടിയ ടൈം കിട്ടും, ഇൻട്രാഡേ ആകുമ്പോൾ ഒരു ദിവസം കിട്ടും. അത് നമ്മളുടെ എന്താ ഉള്ളത് വെച്ചാൽ നമ്മുടെ ആസ്തികൾ പ്ലഡ്ജ് ചെയ്തിട്ട് വേണം അതിന് കാശ് കണ്ടെത്താൻ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ കാശ് നമ്മൾ ഉദ്ദേശിച്ചതിൽ വളർന്നില്ലെങ്കിൽ നഷ്ടം വരും. അതുകൊണ്ടാണ് മാർക്കറ്റിനോട് ആളുകൾക്ക് താല്പര്യക്കുറവ് വരുന്നത്. അത് അറിയാത്ത കാര്യങ്ങൾ പോയിട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാൾ കാർ എടുത്ത് നല്ല തിരക്കുള്ള റോഡിൽ കിടത്താൽ എങ്ങനെ ഉണ്ടാവും? അത് നല്ലൊരു ഉദാഹരണമാണ്. അതാണ് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അത് ഡ്രൈവിംഗ് പഠിച്ചിട്ട് ശേഷം ഇറങ്ങാം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാം. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രേഡിങ് പൊതുവെ 2-3 ലെവലിലാണ് ഉള്ളത്. അതായത് ഒന്ന് ഇൻട്രാഡേ ട്രേഡിംഗ്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, ഇതെല്ലാതും ഈ മാർക്കറ്റ് ഒരു സ്റ്റോക്കാണെങ്കിലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ മൊത്തം നിഫ്റ്റി ആണെങ്കിലും, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയോ ഫിൻ നിഫ്റ്റിയോ ഏതോ നമ്മൾ എടുക്കുന്നത്, അത് നമുക്കൊരു ഉദാഹരണമായിട്ട് ഷെയർ എടുക്കാം. നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് ഏതൊരു കമ്പനി എടുക്കാം. ABB എന്ന് പറയുന്ന കമ്പനി നമുക്കൊക്കെ അറിയാം, ഒരു വിദേശ കമ്പനിയാണ്. ഇന്ത്യയിൽ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ള എത്രയോ കാലമായിട്ട് ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ ശക്തമായ ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു ശക്തമായ കമ്പനിയാണ് ABB. അവരാണ് ഈ ഇലക്ട്രിക് സാധനങ്ങളുടെ സ്വിച്ച് ഗിയർ, ഒരുപാട് കാര്യങ്ങൾ ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന സാധനങ്ങളൊക്കെ നമ്മൾ ഏത് കമ്പനികളിലോ വീടുകളിലോ ഓഫീസുകളിലൊക്കെ പോയൊക്കെ ABBയുടെ ആയിരിക്കും നമ്മൾ കാണാം. ABB നമുക്ക് സുസ്ഥിര വരുമാനം നൽകുന്നൊരു കമ്പനി. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ അത് അവരുടെ എടുക്കുകയാണെങ്കിൽ, അവരുടെ ഏത് കമ്പനി ആണെങ്കിലും, അപ്പോൾ അതിങ്ങനെ നമ്മൾ ഒരു 6 മാസത്തേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ, ഒരു കൊല്ലത്തേക്കൊക്കെ എടുത്താൽ അതിങ്ങനെ കുറേ കയറിയിട്ടുണ്ടാകും, കുറച്ച് ഇറങ്ങും, പിന്നെ കൊണ്ടും കുറച്ച് കയറും, കുറച്ച് ഇറങ്ങും, ഇങ്ങനെ കയറി പോകുന്ന കമ്പനികളാണ്. അപ്പോൾ നമുക്ക് ഈ കയറ്റത്തിനൊപ്പം നമ്മൾ കയറി പോവുക, ഇറക്കത്തിനൊപ്പം നമ്മൾ ഇറങ്ങി വരിക എന്ന് വെച്ചാൽ, ഇറക്കത്തിനൊപ്പം നമ്മൾ ഇറങ്ങേണ്ട കാര്യമില്ല. അത് ഷോർട്ട് സെല്ലിങ്ങിലാണ് അത് നമുക്ക് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് വിശദമായ വീഡിയോ വേറെ ചെയ്യാം. ഷോർട്ട് സെല്ലിങ് എങ്ങനെ ചെയ്യാം, ഓപ്ഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത്. തൽക്കാലം നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ച് മാത്രം നമ്മൾ ഒരു അവഗാഹം ഉണ്ടാക്കുക. അതിന് തന്നെ കുറേ സമയം എടുക്കും. അപ്പോൾ ഈ കയറ്റത്തിനൊപ്പം നമ്മൾ കയറി പോകണം. അതെങ്ങനെ കയറി പോകും? കാരണം അത് കയറാൻ തുടങ്ങിയാൽ അത് വീണ്ടും താഴോട്ടാകും, പിന്നെ പോവുക. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മളുടെ കയറ്റം കിട്ടില്ല, അപ്പോൾ ഇറങ്ങിപ്പോയാൽ നഷ്ടം വരും. അപ്പോൾ സ്വിംഗ് ട്രേഡിങ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ചെയ്യാനുള്ളൊരു മെത്തേഡ്. അപ്പോൾ ഇത് ഡെയിലി ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ 6 മാസത്തേക്ക് ഒരു കൊല്ലത്തേക്ക് പറഞ്ഞ് കയറി പോകും, വീണ്ടും ഇറങ്ങും കയറും, ഇതാണ്. അപ്പോൾ അത് നമുക്കൊരു ചാർട്ട് പരിശോധിച്ചുകൊണ്ട് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ചാർട്ടിലേക്ക് പോകും. പക്ഷേ അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അപ്പോൾ അതിങ്ങനെ കയറുന്നത് ഉണ്ടാവും, ഇറക്കും. ഓരോ ദിവസങ്ങളിൽ കയറ്റിറക്കം ഉണ്ടാവും, ആഴ്ചയ്ക്ക് കയറ്റിറക്കം ഉണ്ടാവും, മാസത്തിൽ അല്ലെങ്കിൽ കൊല്ലത്തിലാണെങ്കിലും കയറ്റിറക്കാം. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ തോതുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ആഴ്ചക്കപ്പം നമുക്ക് ഈ കയറ്റിറക്കം ഉണ്ടാകുന്നതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡെയിലി ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ഇങ്ങനെ അത് സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ദിവസത്തെ വളർച്ച മുതലെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്പനിക്ക് നമ്മൾ വെറുതെ ഒന്നിൽ പോയിട്ട് നിക്ഷേപിച്ചിട്ട് കാര്യമില്ല, സാധ്യതകൾ പഠിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോൾ അതൊരു കമ്പനി വളരാൻ വേണ്ടി പോകണം. ആ കമ്പനിക്ക് അതിൻ്റെ മാർക്കറ്റ് വരാൻ പോകുന്ന, ഇപ്പോൾ ബഡ്ജറ്റ് വരാൻ പോകുന്നു, അപ്പോൾ അവർക്ക് കുറേ കാശ് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നത്, അതല്ലെങ്കിൽ കമ്പനി കുറച്ചായിട്ട് വളർച്ച ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ തുടർന്ന് വളർച്ച ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിന് കുറേ ഓഹരികൾ വേറെ ഏതെങ്കിലും കമ്പനി വാങ്ങി, പല കാരണങ്ങൾ കൊണ്ട് അത് വളരും. പിന്നെ മറ്റൊരു കാരണം കൂടി ഉണ്ട് വളരുന്നത്. ആ കാരണം നമുക്ക് ഇതിൻ്റെ ലാസ്റ്റിൽ പറയാം ഞാൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പനികൾ വളരുന്നതിൻ്റെ ഒരു കാര്യം. ആ ഒരു സാമ്പത്തിക പരിസ്ഥിതി മനസ്സിലാക്കിയിട്ട് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നല്ല നേട്ടം ഉണ്ടാവും എന്നുള്ളതാണ് പൊതുവെ വിദഗ്ധന്മാർ പലരും അത് പറയാറില്ല. പക്ഷെ നമ്മുടെ അനുഭവം വെച്ചിട്ട് ഉള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമ്മളിതിനെക്കുറിച്ച് പറയുന്നത് മൂവിങ് ആവറേജുകളിലുള്ള മാറ്റങ്ങൾ, മൂവിങ് ആവറേജ്, ബോളിഞ്ചർ ബാൻഡ്, അല്ലെ ഫിബൊനാച്ചി റിട്രേഷൻ, ഇങ്ങനെ ഇതിൻ്റെ കുറിച്ച് കുറേ കാര്യങ്ങളാണ് പൊതുവെ പറയാറുള്ളത്. അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആവറേജ് കണക്കാക്കിയിട്ടുള്ള ഒരു
കണക്ക്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചാർട്ട് പരിശോധിച്ചിട്ട് നമുക്ക് അതിലേക്ക് പോവാം. അത് ഒരുപാട് ഇതൊന്നും ചെയ്യാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മാത്രം സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട്, ഉദാഹരണത്തിന് RSIയോ ഒക്കെ അങ്ങനെയുള്ള മൂവിങ് ആവറേജസ് ഏതെങ്കിലും ഒന്ന് രണ്ട് മൂന്നോ മൂവിങ് ആവറേജ് ഇടണം. അതായത് ക്രോസ് ഓവറാണ് ഇത് നല്ലത്. സാധാരണ മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നത് 200 MA 50 MA ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ കൂടുതലുള്ള പീരീഡ് ഒരു 200 MA, കുറച്ച് താഴ്ന്ന പീരീഡ് എന്ന് പറഞ്ഞാൽ 50 MA, അതിലും താഴ്ന്ന പീരീഡ് സ്വിങ്ങിനാകുമ്പോൾ താഴ്ന്ന പീരീഡ് വീണ്ടും. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒരു ഡേ ലെവലിൽ നമ്മൾ പരിശോധിച്ച ശേഷം ഒരു 1 hour ബേസിസ് കൂടി നമ്മൾ പരിശോധിക്കണം. ഈ ഷോർട്ട് ടൈമിന് ഉള്ള ഒരു കാര്യം, ഈ സ്വിംഗ് ട്രേഡിങ്ങിനുള്ള ഒരു കാര്യം ഞാൻ പറയാം. അപ്പോൾ സ്വിംഗ് ട്രേഡിങ് നമ്മൾ വളരെ ഷോർട്ടായിട്ടുള്ള പീരീഡ് നമ്മൾ കണക്കാക്കേണ്ട 2 പീരീഡാണ്. ഒന്ന് ഡേ, പിന്നൊന്ന് 1 hour. ഈ 1 hour ഇതിൽ വളരെ പ്രധാനമാണ്. അതേസമയത്ത് നമുക്ക് കുറച്ചും കൂടി ഇത് പരിശോധിക്കാം. ഒരാഴ്ചത്തൊക്കെ കൂടി പരിശോധിക്കാൻ വേണമെങ്കിൽ ഒരാഴ്ചത്തെ, 2 ആഴ്ചത്തെ, ഒരു 6 മാസത്തേക്ക് പരിശോധിക്കാം. അപ്പോൾ അതിൻ്റെ താഴ്ചയിലാണോ കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് എന്നാണ് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ ഇതിന് എത്ര പീരീഡ് വേണം. ഉദാഹരണത്തിന് നമുക്ക് ഒരു ദിവസത്തേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ചെയ്യാം, അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് കയറി വരുന്നത് അതുവരെ ചെയ്യാം. അതാണ് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ. ഉദാഹരണത്തിന് ഏകദേശം ഒരു ആഴ്ച, 2 ആഴ്ച, അല്ലെങ്കിൽ ഒരു മാസം, ഒരു 2 മാസം, ഒരാഴ്ചക്കാണ് മുതൽ ഒരു മാസമൊക്കെയാണ് ഏകദേശം കണക്ക്. 2 മാസമൊക്കെ ആയാലൊന്നും കുഴപ്പമൊന്നുമില്ല, 2-3 മാസമൊക്കെ ആവാം. അതാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ. നമുക്ക് അത് നമ്മളുടെ CNC എടുക്കണം. നമ്മളത് ക്യാഷ് കൊടുത്തിട്ട് നമ്മുടെ ഷെയർ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് വാങ്ങണം. അങ്ങനെ വാങ്ങിയിട്ട്, അല്ലാതെ നമ്മൾ വാങ്ങി അന്ന് വിൽക്കാവുന്ന രീതിയിൽ പറ്റില്ല. അപ്പോൾ അത് വിറ്റ് പോകുന്നത്. അതല്ലെങ്കിൽ അവർ ബ്രോക്കേഴ്സ് സ്ക്വയർ ഓഫ് ചെയ്യും. അപ്പോൾ നമ്മളിത് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കണം. അപ്പോൾ ഇതിന് കുറേ കാശ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കാശ് വേണം നമുക്കതിന്. കുറച്ച് കാശ് നമ്മളുടെ ഉള്ളതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ലിവറേജ് എടുത്തിട്ട് മറ്റു ചില ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് നഷ്ടം ഉണ്ടാക്കുന്നതിനേക്കാളും ഇങ്ങനെ നമ്മളുള്ള കാശിനനുസരിച്ച് നല്ല ഷെയറുകൾ വാങ്ങിച്ചിട്ട് അത് കൂടുമ്പോൾ വിൽക്കാന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അപ്പോൾ സ്ഥിരം ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ ഒന്നും നോക്കണ്ട, അവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ മതി. അവർക്കൊരു കൊല്ലാക്കാത്തുമ്പോൾ താഴോട്ട് വന്നാലും അത് കയറി വരും. പക്ഷേ സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മൾ വിൽക്കേണ്ട സമയത്ത് വിൽക്കണം. എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വിൽക്കണം. അത് വിൽക്കാതെ നമ്മൾ നിർത്തി വെക്കാവുന്ന ചില കമ്പനികളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിൻ്റെ ചാർട്ടുകളെ കുറിച്ച് പരിശോധിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് ആ കാര്യങ്ങളിലേക്ക് വീണ്ടും പോവാം. ഹലോ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. സ്വിംഗ് ട്രേഡിങ്ങിനെ ചാർട്ടുകളെ കുറിച്ച് പരിശോധിക്കാം. എങ്ങനെ സ്വിംഗ് ട്രേഡിങ് ചെയ്യാം, ലാഭകരമായിട്ട് എങ്ങനെ ട്രേഡ് എടുക്കാം, എപ്പോൾ എക്സിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, ഈ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷനോടെ നമ്മൾ കേട്ട് കഴിഞ്ഞു. നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ചാർട്ട് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള സ്വിംഗ് ട്രേഡിങ്ങിന് സാധ്യതയുള്ളൊരു ചാർട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിനൊരു സാധ്യത നമ്മൾ ആദ്യം കണ്ടെത്തണം. വെറുതെ പോയിട്ട് നമ്മൾ ട്രേഡ് എടുക്കാൻ പറ്റില്ല. നമുക്ക് തോന്നുന്ന ഒരു ദിവസം ഒരു മോർണിംഗിൽ ചെന്ന് മാർക്കറ്റൊക്കെ ഓപ്പൺ ആകുമ്പോൾ പോയിട്ട് ഒരു ട്രേഡ് എടുക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഇതിൽ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏത് സ്റ്റോക്ക്, ഇനി അതല്ല ഡെറിവേറ്റീവ് ആണെങ്കിൽ ഓപ്ഷൻ ആൻഡ് ഫ്യൂച്ചർ അതൊക്കെ ആണെങ്കിൽ അത് വേറെ, അത് ഇപ്പോൾ നമ്മളിതിലൂടെ പറയുന്നില്ല. നമ്മളിപ്പോൾ സ്റ്റോക്കുകളെ കുറിച്ചാണ് സ്വിംഗ് ട്രേഡിങ്ങിന് എളുപ്പമായിട്ടുള്ള പൊസിഷൻ എടുത്തുകൊണ്ടുള്ള ഒരു മെത്തേഡാണ് പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം, അല്ലെങ്കിൽ വളരെ ദൈർഘ്യം കൂടും. ഇത് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം കാര്യങ്ങളാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സ്വിങ്ങിലൂടെ ട്രേഡിംഗ് ചെയ്യുമ്പോൾ അതിലൂടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാനും ദിവസത്തേക്കോ ആഴ്ചകളേക്കോ അല്ലെങ്കിൽ ഏതാനും മാസത്തേക്കോ വെച്ചിട്ട് നമ്മളത് പൊസിഷൻ എടുത്തുകൊണ്ട് ക്യാഷിന് കയറി നമ്മുടെ ഡിമാറ്റിലേക്ക് നമ്മളത് വാങ്ങിച്ചിട്ടുകൊണ്ട് അത് കൂടുമ്പോൾ വിൽക്കുന്ന ഒരു മെത്തേഡാണത്. അപ്പോൾ അതെങ്ങനെ വാങ്ങിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിന് കുറേ സാഹചര്യങ്ങളുണ്ട്, ചില സിറ്റുവേഷൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വില ബഡ്ജറ്റ് വരുമ്പോൾ ചിലതിനൊക്കെ വില കൂടും. അതല്ലെങ്കിൽ മറ്റ് ന്യൂസുകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ EV കാറുകൾ കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുന്ന കാർ കമ്പനികളുടെ, അതുപോലെ തന്നെ ബാറ്ററികളൊക്കെ നിർമ്മിക്കുന്ന ഷോക്ക് അബ്സോർവർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്ഥാപനങ്ങളുടെ വില സ്വാഭാവികമായിട്ടും കമ്പനികളുടെ കുറേ വില കൂടും. അതുപോലെ തന്നെ വേറെയും ചില സാഹചര്യങ്ങൾ സ്ഥിരമായിട്ട് കൂടുന്ന കാര്യങ്ങളുണ്ട്. അതും നമുക്ക് ഇതിൻ്റെ ഒടുവിൽ നമുക്ക് വിശദീകരിച്ച് പറയാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാർട്ട് പരിശോധിക്കാം. ചാർട്ട് ഇപ്പോൾ ഒരു കമ്പനിയുടെ ചാർട്ട് വരികയാണെങ്കിൽ ഒരു ഏകദേശ പ്ലാനിങ് ആണത്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു നിശ്ചിത ഉയരത്തിൽ പോയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഒരു നിശ്ചിത ഉയരത്തിൽ പോയിട്ട് ഇങ്ങനെ റെഡ് ക്യാൻഡിൽ സൃഷ്ടിച്ച് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ താഴോട്ട് വരണം. താഴോട്ട് വന്നിട്ട് ഇപ്പോൾ ഇത് ആദ്യത്തെ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ കാണാനുണ്ട്.
അടുത്ത റെഡ് ക്യാൻഡിൽ അതിൻ്റെ താഴ്ന്ന് ആണ് അതിൻ്റെ ക്ലോസിങ്ങിൽ വെച്ചിട്ട്, ഇവിടെയാണ് അതിൻ്റെ ക്ലോസിങ്. ആ ക്ലോസിങ്ങിൽ വെച്ചിട്ട് ഇതാണ് ഓപ്പണിങ്, ഇതാണ് ക്ലോസിങ്. അപ്പോൾ ഓപ്പണിങ്ങിൻ്റെ താഴെ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് താഴോട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വലിയ ലോങ് ക്യാൻഡിൽ സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ താഴോട്ട് വന്നിട്ട് വീണ്ടും ഒരു നിശ്ചിത ലെവലിൽ വരുമ്പോൾ വലിയൊരു ലോങ് ക്യാൻഡിൽ വന്നു. ഇങ്ങനെ വന്ന് അവസാനം ഇവിടെ ഒരു ചെറിയ കൺസോളിഡേഷൻ മോഡിലെത്തി. അപ്പോൾ അവിടെ നിന്നൊരു ഡോജി വന്നു, കുറച്ചുകൂടി കയറിപ്പോയി. അതിനൊരു സ്വഭാവം അങ്ങനെയാണ്, അതിങ്ങനെ സ്വിങ് ആണല്ലോ, ഇങ്ങനെ സ്വിങ് ചെയ്ത് താഴോട്ട് വന്ന് അതിൻ്റെ പരമാവധി ഒരു പരമാവധി എപ്പോഴാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ വീണ്ടും ഒരു കൺസോളിഡേഷനിലെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നോ ട്രേഡ് സോണാണ്. അപ്പോൾ ഇവിടെ വെച്ച് ട്രേഡേഴ്സൊന്നും സോൺ ചെയ്യില്ല, അവരിങ്ങനെ വെയിറ്റ് ചെയ്യണം ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല മാർക്കറ്റിൽ. അപ്പോൾ അത് വീണ്ടും ഒരല്പം കൂടി മുകളിലേക്ക് പോയി, പിന്നെ വീണ്ടും താഴോട്ട് വന്ന് മുകളിലോട്ട് പോയി. പക്ഷേ ഇവിടെ നമുക്ക് മറ്റൊരു കൺഫർമേഷൻ കൂടി കിട്ടി, ഇത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുള്ളതിൻ്റെ വേറെ കൺഫർമേഷൻ. അത് ഇത് കാണുന്നത് W പോലെ കാണുന്നത് ഡബിൾ ബോട്ടം എന്നാണ് ഇതിന് പറയുന്നത്. ഡബിൾ ടോപ്പിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. ഇത് തിരിച്ചിട്ടാൽ W തിരിച്ചിട്ട് M പോലെ ഇരിക്കുന്നതാണ് ഡബിൾ ടോപ്പിൽ താഴോട്ടാണ് വരിക. ഡബിൾ ബോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് കയറിപ്പോവും. അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഡബിൾ ബോട്ടത്തിൻ്റെ ആ ടോപ്പ് ലൈനാണിത് ഈ കാണുന്നത്. ഇത് ഡബിൾ ബോട്ടം ആദ്യത്തെ ഒരു ലെവൽ സൃഷ്ടിച്ചു, ആ ലെവലിലേക്ക് വീണ്ടും വന്നു, അതുപോലെ വീണ്ടും തിരിച്ചു വന്നു, പിന്നെ തിരിച്ചു കയറണം. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ കൺഫർമേഷൻ ഉണ്ട്. കാരണം ഇവിടെ ഒരു കൺസോളിഡേഷൻ വരുന്നുണ്ട്. ഒരു ലാഗിങ് അഥവാ ബോറിങ് ക്യാൻഡിൽസ് എന്നാണ് ഇതിന് പറയുന്നത്. ടെക്നിക്കലി ഇതിന് പറയുന്നത് ലാഗിങ് ക്യാൻഡിൽസ് അല്ലെങ്കിൽ ബോറിങ് ക്യാൻഡിൽസ്. ഈ ബോറിങ് ക്യാൻഡിൽസ് ഇങ്ങനെ ചെറിയ ക്യാൻഡിലുകളായിരിക്കും. ഈ ക്യാൻഡിലുകൾ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ വെറുതെ ഒരു അനിശ്ചിതത്വത്തിൽ നിന്നിട്ട് ഒരു ഡിസിഷൻ മോഡാണ്. അങ്ങനെ നിന്നിട്ട് പിന്നീട് ഒരു ഡോജിലേക്ക് പോയിട്ടുണ്ട്. ഈ ഡോജിലേക്ക് എത്തുമ്പോൾ അത് വളർന്നു വരണം. അടുത്തത് നമുക്ക് ഈ ക്ലോസിങ്ങിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്യണം. ഇവിടെയാണ് അതിൻ്റെ ക്ലോസിങ്. അതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പോൾ അത് സ്വാഭാവികമായിട്ട് മുകളിലേക്ക് പോകുന്നുള്ളതിൻ്റെ ഒരു സാധ്യത കാണിക്കുന്നത്. പിന്നെ ലോങ് ക്യാൻഡിലും വരുന്നുണ്ട്. അപ്പോൾ മുകളിലേക്ക് വന്നു. പിന്നെ നമുക്ക് മറ്റൊരു കൺഫ്യൂഷൻ ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ബോട്ടത്തിൻ്റെ ആ ടോപ്പ് ലൈനിൽ നമ്മൾ ഇവിടെ എത്തുന്നുണ്ട്. ഈ ലൈന് വിട്ടുപോയാൽ നമുക്ക് ഉറപ്പിക്കത് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ഓസിലേഷൻ എടുത്ത് ഒരു ബ്രീതിങ് എടുത്തിട്ട് വീണ്ടും അത് പോകണം. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് വാങ്ങിക്കാം. ഇവിടുന്ന് ഈ ഒരു ലെവലാണ് ഈ കാണിക്കുന്നത് ആ ഡബിൾ ബോട്ടത്തിൻ്റെ. ആ സ്വിങ് ആണെങ്കിൽ ഓൾറെഡി സ്വിങ് ചെയ്ത് പരമാവധി താഴോട്ട് വരികയും ചെയ്തു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്കിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ മുകളിലേക്ക് പോയിട്ട് നല്ലൊരു അപ്രീസിയേഷൻ ഉണ്ടാവും. ഒരു 8%, 10% ഒക്കെ വരെ പോകാൻ പറ്റും. പക്ഷെ അത്ര നമുക്ക് കാക്കണമെന്നില്ല. ചിലപ്പോൾ ചില സാഹചര്യം താഴോട്ട് വരും. അപ്പോൾ നമുക്ക് എവിടെ വെച്ച് വിൽക്കാമെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മളിത് കണ്ടു കഴിഞ്ഞു, ഇവിടെ നിന്ന് എൻട്രി എടുക്കാമെന്നുള്ളതിൻ്റെ. അപ്പോൾ ഇങ്ങനെ എടുത്ത് വന്ന് ഇങ്ങനെ ഇത് ഡൈ ക്യാൻഡിലാണ്. കുറേ അങ്ങ് കയറിപ്പോയി ഇവിടെ വന്നിട്ടൊരു വലിയ ക്യാൻഡിൽ ഉണ്ടാക്കി. അതിൻ്റെ മുകളിൽ ചെറിയ ക്യാൻഡിൽ ഓപ്പണിങ്ങിൻ്റെ മുകളിൽ വന്നു. പിന്നെ വരുന്നത് റെഡ് ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ സംശയിക്കണം ഇത് വീണ്ടും താഴോട്ട് വരും. ഇവിടെ ഒരു കൺസോളിഡേഷൻ മോഡിലേക്ക് വീണ്ടും വന്നു. അപ്പോൾ കുറച്ചുകൂടി മുകളിലേക്ക് പോയി. അത് ഒരു എന്താ അതിന് പറയുന്നത്, അതൊരു ഈ തിരിച്ചു വരാനുള്ള ഒരു ഇതാണ്, ഒരു ട്രാപ്പാണത്. ബുൾ ട്രാപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. ട്രാപ്പിൽ ഏറെക്കുറെ എത്തിയത്. ഈ ട്രാപ്പിൽ എത്തുമ്പോഴേക്കും നമ്മളത് വിറ്റ് പോകണം, അല്ലെങ്കിൽ നമ്മളതിൽ കുടുങ്ങിപ്പോയി. ട്രാപ്പിൽ കണ്ട ഇത് വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ അത് താഴോട്ട് വരും. പക്ഷേ പെട്ടെന്ന് ഇതുപോലെ വീണ്ടും താഴോട്ട് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ സിങ്ങിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെയാണ് ഈ കാര്യങ്ങളും നമുക്ക് ഏറെക്കുറച്ചിനെക്കുറിച്ചുള്ള ചാർട്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ ഈ ഡബിൾ ബോട്ടം അല്ലാതെ വേറെയും കുറേ ഫ്ലാഗ്, കുറേ മെത്തേഡുകളുണ്ട്. നമുക്ക് ഡബിൾ ടോപ്പ്, കുറേ കാര്യങ്ങളുണ്ട്. അത് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. പക്ഷേ സ്വിങ്ങിൻ്റെ മെത്തേഡ് എന്താണെന്നുള്ളത് ആദ്യം പഠിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്കിതിൽ ഇനി അടുത്തായിട്ട് കാണാം ഏതെങ്കിലും കമ്പനികളുടെ ചാർട്ടിലേക്ക് നമുക്ക് പോകാം. 1-2 കമ്പനികളുടെ ചാർട്ടുകളിലേക്ക് നമുക്ക് പോയി നോക്കാം. ആദ്യം നമുക്ക് നോക്കാവുന്ന ചില കമ്പനികൾ. നമ്മൾ ആദ്യം നോക്കേണ്ടത് നല്ല കമ്പനികളാണ് ഇതിന് തിരഞ്ഞെടുക്കേണ്ടത്. നല്ല കമ്പനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളെ നമുക്കിത് എടുക്കാം. സ്വിംഗ് ട്രേഡിങ്ങിന് ഫണ്ടമെൻ്റലി നല്ല സ്ട്രോങ് വേണമെന്നൊന്നുമില്ല. പക്ഷേ ഇതിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിശ്ചിത ലെവലിൽ നമുക്ക് വിൽക്കാൻ പറ്റിയില്ല, അത് പിന്നെ താഴോട്ട് വന്നു. അപ്പോൾ അങ്ങനെ അഥവാ വേണമെങ്കിൽ കമ്പനി നമുക്ക് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് ഹോൾഡ് ചെയ്യാൻ എപ്പോഴും നമ്മൾ ഇത്തരം കമ്പനികൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കുന്നല്ലേ. ഇതിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ് ഇതൊക്കെ. അതിങ്ങനെ ഒരു ലെവലിൽ വന്ന് ഇതുണ്ട്. ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്ന കമ്പനികളാണ്. കുറേശ്ശെ കയറി പോകുന്ന ഒരു സ്വഭാവമുള്ള ഒരു കമ്പനിയാണിത്. അതായത് ABB എന്നാണ് ഇതിന് പറയുന്നത്. ABB ഇന്ത്യ. ABB എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, അത് പല ഈ സ്വിച്ച് ബോർഡ്,
ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ABB എന്ന് പറയുന്നത്. അപ്പോൾ ABB വലിയ നല്ല ഫണ്ടമെൻ്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ ചാർട്ടുകളിലേക്ക് കൂടുതൽ അതിൻ്റെ ഫണ്ടമെൻറ്റ്സിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഇതാണ് ABB എന്ന് പറഞ്ഞ കമ്പനി. ABB എഞ്ചിനീയറിംഗ് സർവീസസ് എന്നാണ് അതിന് പറയുന്നത്. ഇത് ABB ഇന്ത്യയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് റേറ്റാണ് ഇതിൽ കാണുന്നത്. അത് അവർ നിർമ്മിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ലീഡിങ് ടെക്നോളജി കമ്പനി, എനർജൈസേഴ്സ്, ട്രാൻസ്ഫോർമേഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു ഓഫീസിലോ അതല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കമ്പനിയിലോ സ്ഥാപനത്തിലൊക്കെ പോയാൽ അതിൻ്റെ ഇലക്ട്രിക് സ്വിച്ച് ബോർഡോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം ABBയുടെ ആയിരിക്കും. അപ്പോൾ ABB ഇൻ്റർനാഷണലി വളരെ ഇതായിട്ടുള്ളൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലും അതിന് നല്ല മാർക്കറ്റുണ്ട്. മാർക്കറ്റിൽ അതിന് നല്ല വാല്യൂ ഉണ്ട്. എപ്പോഴും ഇങ്ങനെ കയറി പോകുന്ന, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിങ്ങനെ കയറിക്കോ പോകുന്നൊരു കമ്പനിയാണിത്. അപ്പോൾ ചെറിയ ഇറക്കങ്ങളുണ്ടാക്കും, വീണ്ടും കയറും. അപ്പോൾ ഈ കമ്പനിയുടെ നമുക്കതിൻ്റെ ഒരു ഫണ്ടമെൻ്റലി എങ്ങനെയുണ്ട് കമ്പനി എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് മണി കൺട്രോളിൽ നമ്മൾ നോക്കണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഇതാണ് ABBയുടെ മണി കൺട്രോളിലുള്ള അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇത് ABB ഇന്ത്യ ഇലക്ട്രിക് എക്യുപ്മെൻ്റ് തന്നെയാണ് അവരുടെ പ്രധാന പ്രോഡക്റ്റ്. അതിപ്പോഴത്തെ റേറ്റ് 6699.75 ഇപ്പോഴത്തെ റേറ്റ്. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ ആദ്യ വാരത്തിലാണ് വീഡിയോ ചെയ്യുന്നത്, 2024. അപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ 52 വീക്ക് റേഞ്ച് നോക്കണമെങ്കിൽ 52 വീക്ക് ലോ 3141, അതിൻ്റെ ഹൈ 6747. ഇപ്പോൾ 6600 വരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് പോകുമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ സാധ്യത കുറവാണ്, ഇനി പോയിക്കൊള്ളുന്നില്ല. പക്ഷേ വീണ്ടും ഒരു ഡിപ്പ് വരും ഇതിന്. കാരണം ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ ചിലപ്പോൾ കയറിപ്പോവും, അതിനുള്ള ചില സാധ്യതകളുണ്ട്. അതായത് ഇപ്പോൾ മാർക്കറ്റിൽ റിസൾട്ട് വരാൻ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി കയറിപ്പോവും. മിക്കവാറും മാർക്കറ്റിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് കുറേ ഓൾറെഡി നേരത്തെ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇനി ഒരു ലെവലെത്തുമ്പോൾ വിൽക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടത് ബൈ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പക്ഷേ ചെറിയ തോതിൽ ബൈ എടുത്താലും നമുക്ക് ഡിപ്പ് ഓൺ ബൈ ഓൺ ഡിപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് താഴോട്ട് വരുമ്പോൾ വാങ്ങിക്കാം, അല്ലെങ്കിൽ പിരമിഡ് മെത്തേഡിലൂടെ. ഇതിന് 3 ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഈ 3 ഓപ്പർച്യൂണിറ്റീസിന് തന്നെ ബ്രോക്കേഴ്സ് അപ്ഗ്രേഡ് റെക്കമെൻഡേഷനാണ് കാണിക്കുന്നത്. ബ്രോക്കേഴ്സ് അപ്ഗ്രേഡഡ് റെക്കമെൻഡേഷൻ ടാർഗറ്റ് പ്രൈസ് ഇൻ ദ പാസ്റ്റ് 3 months ആണ്. റിസൾട്ട് സ്ക്രീന് സ്റ്റോക്ക് വിത്ത് അപ്കമിങ് റിസൾട്ട് വരാൻ പോകുന്നുണ്ട്, വിച്ച് ആർ സീയിങ് പോസിറ്റീവ്. അപ്പോൾ അതുപോലെ ഹൈ റിക്കവറി ഫ്രം 52 വീക്ക് ലോ. അങ്ങനെ കുറേ കാര്യങ്ങൾ സ്ട്രെങ്ത്താണ്. 5-10 കാര്യങ്ങൾ സ്ട്രെങ്ത് ഉണ്ട്. ആ ഹൈ മൊമെൻ്റാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ സ്ട്രോങ് മൊമെൻ്റമാണ്. അതുപോലെ തന്നെ കമ്പനി വിത്ത് നോ ഡെപ്റ്റ്. ഈ ഡെപ്റ്റ് ഇല്ലാത്ത കമ്പനികളൊക്കെയാണ് നമ്മൾ നോക്കിയെടുക്കേണ്ടത്. അതുപോലെ ബുക്ക് വാല്യൂ അതിങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട് കൊല്ലമായിട്ട്. പിന്നെ അതുപോലെ കമ്പനി വിത്ത് 0 പ്രൊമോട്ടർ പ്ലഡ്ജ്, പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജ് ചെയ്യുന്നില്ല അത്. അതുപോലെ തന്നെ FII FPI, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഈ അങ്ങനെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സൊക്കെ അതിങ്ങനെ കൂടുതലായിട്ട് അവരുടെ ഈ പോർട്ട്ഫോളിയോയിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫണ്ടമെൻ്റലി നല്ലൊരു കമ്പനിയാണ്, ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. പക്ഷെ നമ്മൾ ഈ സ്വിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, സ്വിങ്ങിലേക്ക് കൂടുതൽ കാര്യങ്ങൾ വരാം. അപ്പോൾ ഇവരുടെ ഈ കമ്പനി നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ എത്ര കാശുണ്ട്, അവരുടെ അസറ്റ് എന്താണെന്നുള്ളതാണ്. അവരുടെ അസറ്റ് മാർക്കറ്റ് ക്യാപിറ്റൽ. അപ്പോൾ ഈ മാർക്കറ്റ് ക്യാപിറ്റൽ ഇതിൻ്റെ ബീറ്റ ഒക്കെ നല്ലതാണ്, 0.88 ആണ്. അതുപോലെ വിവാപ്പ് നിങ്ങൾക്ക് അറിയാം, ഈ വോളിയം ആവറേജ് ഇതാണ് അതിൻ്റെ ഒരു മൂവ്മെൻ്റാണത് വിവാപ്പ്. അപ്പോൾ അത് 6000 ചില അതിന് മാർക്കറ്റിൻ്റെ ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടെ തന്നെ ചെയ്യാം. മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 1,41,973 വലിയ കമ്പനികൾക്ക് പോലും, പല കമ്പനികൾക്ക് പോലും ഇത്രയും മാർക്കറ്റ് ക്യാപിറ്റൽ ഇല്ല. അപ്പോൾ ഈ മാർക്കറ്റ് ക്യാപിറ്റൽ വളരെ പ്രധാനമാണ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ ചെറുതരം കമ്പനികൾ പരമാവധി ഒഴിവാക്കണം. ഇപ്പോൾ ഒരു 5000-ന് താഴെ കമ്പനികളൊക്കെ ചെറിയ കമ്പനികളാണ്, 5000 കോടിയുടെ താഴുള്ളത്. അപ്പോൾ നമ്മൾ 5000 കോടി എടുക്കരുത് സാധാരണഗതിയിൽ. അത് എടുക്കണവരുണ്ട്, പെന്നി സ്റ്റോക്കൊക്കെ, അത് അപകടത്തിലേക്ക് പോകും. അതിനെപ്പറ്റി അറിയാണ്ട് എടുക്കണതാണ് തൽക്കാലത്ത് ഒരു താല്പര്യം വെച്ചിട്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ പിന്നീട് വിശദീകരിക്കാം. ഇപ്പോൾ ഇതിൽ 1,41,000 ചില്ലറ ആണ് ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 10-ൻ്റെ മേലെ, ഒരു 20 ആവറേജ് ഉള്ളത്, അതല്ല അതിൻ്റെ മേലെ. കാരണം എല്ലാ കമ്പനികളൊന്നും അധികം അത്തരം കമ്പനികൾ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്തരം കമ്പനികൾ കാത്തുനിന്ന് മേടിക്കുമ്പോൾ സമയം എടുക്കും. അപ്പോൾ നമുക്കൊരു 20 ആവറേജ് അല്ലെങ്കിൽ 10-ൻ്റെ മേലെ ആണെങ്കിലും നമുക്ക് ട്രേഡ് എടുക്കാം.
10,000 കോടിയുടെ മേലുള്ള കമ്പനികളെ നമുക്ക് ട്രേഡ് എടുക്കാം. പിന്നെ കമ്പനികളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ കൂടുതൽ നോക്കണമെന്നില്ല. പ്രധാനമായിട്ട് കമ്പനിയുടെ ഈ മാർക്കറ്റ് ക്യാപിറ്റൽ നോക്കുക, അതുപോലെ തന്നെ ഇത് എത്ര കണ്ട് താഴേക്ക് എടുക്കുന്നുണ്ടോ, എത്ര മുകളിലാണ്, ഇത്തരം കാര്യങ്ങളും നോക്കണം. പിന്നെ ബുക്ക് വാല്യൂ, ഇത് ബുക്ക് വാല്യൂ 280 പക്ഷേ ഈ കമ്പനിയെ സംബന്ധിച്ച് ഈ ബുക്ക് വാല്യൂ പോരാ, ഏതാണ്ട് ഒരു 700 വേണം. പക്ഷേ ഇതിനെന്താ വെച്ചാൽ കമ്പനി വളരെ നല്ല കമ്പനി ആയതുകൊണ്ട് ബുക്ക് വാല്യൂ അവിടെ പ്രശ്നമില്ല. അതുപോലെ EPS, ഏണിംഗ് പെർ ഷെയർ ഇത്തിരി കൂടുതലാണ്, 58.61. പക്ഷെ എന്നാലും അത് കുഴപ്പമില്ല. PE ഇത്തിരി കൂടുതലാണ്. അപ്പോൾ പെർ ഏണിംഗ് റേഷ്യോ ഇത് ഇത്തിരി കൂടുതലാണ്. പെർ ഇക്വിറ്റി എന്നാണ് അതിന് പറയുന്നത്. PE എന്ന് പറയുമ്പോൾ പെർ ഇക്വിറ്റി. അപ്പോൾ പെർ ഇക്വിറ്റി റേഷ്യോ ആണ്. അപ്പോൾ അത് ഇത്തിരി കൂടുതലാണ്. അത് കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം നല്ല ഒരു സ്ട്രോങ് കമ്പനി ആയതുകൊണ്ട് ഇനി പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു നിരീക്ഷണം തന്നെ, ഈ ഒരു റിസർച്ച് തന്നെ നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഇതിൻ്റെ CAGR ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. മണി കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഈ ഫിനാൻഷ്യൽസിൽ പോയി കഴിഞ്ഞാൽ CAGR ഉണ്ടാവും. CAGRൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത്, അതായത് 3 കൊല്ലത്തെ 3 year CAGR ആണ്. ഈ CAGR എന്താണ്, അതിന് മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് സ്ട്രോങ് ഫിനാൻഷ്യൽസ് എന്നുള്ളത്. അതിൻ്റെ റവന്യൂ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 3 വർഷത്തെ 75.4 അപ്പോൾ അത് വളരെ അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കണ്ണടച്ച് മേടിക്കാവുന്ന ടൈപ്പ് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 78.3 ഉണ്ട്. അതുപോലെ തന്നെ റവന്യൂ 21.9. ഇതിങ്ങനെ കൂടി കൊണ്ടുവരും. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഈവൻ ലോങ് ടൈമിലാണെങ്കിലും നോക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോവ്സ്കി സ്ക്വയറാണ്. പെട്രോവ്സ്കി സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് സൂചിപ്പിക്കുന്ന ഒരു മീറ്ററാണത്, ഒരു ബാരോമീറ്ററാണ്. അതൊരു 7 ആണ് അതിൽ കാണിക്കുന്നത്. ഈ 7 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് 1 മുതൽ 10 വരെയാണ് ഇത് കണക്കാക്കുക, 1 to 10. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു 5ൻ്റെ താഴെയാണെങ്കിൽ അത്ര നന്നായി പോരാ. 5ൻ്റെ താഴെയാണെങ്കിൽ 5ൻ്റെ മുകളിലൊരു 10 വരെ ഉള്ളതൊക്കെ 5 to 10. ഇപ്പോൾ ഇത് 7 ഇത് ഫണ്ടമെൻ്റലി വെരി സ്ട്രോങ് ആണത്. 4 മുതലൊക്കെ നമുക്ക് മേടിച്ചു തുടങ്ങാം. ഇത് അതുപോലെ തന്നെ ഇവിടെ കാണിച്ച കുറേ കാര്യങ്ങൾ, ഇത് പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് റിമെയിൻസ് 75%. അപ്പോൾ ഈ 75% വരെ പ്രൊമോട്ടേഴ്സ് മേടിക്കുന്നുണ്ട്. വലിയ കമ്പനികളും ബാങ്കുകളൊക്കെ 45-50 ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഇത് കമ്പനിയൊക്കെ കണ്ണടച്ച് മേടിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ അവസരത്തിൽ അല്ലെങ്കിലും ബൈ ഓൺ ഡിപ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കിത് മേടിക്കാം. അപ്പോൾ സ്വിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കമ്പനിയാണിത്. ഇത് കുറേ കമ്പനികളുണ്ട് സ്വിങ്ങിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് കമ്പനികളില്ല. ഏത് സ്റ്റോക്ക് നമുക്ക് സ്വിങ്ങിന് ഉപയോഗിക്കാം. പക്ഷേ ഫണ്ടമെൻ്റലി നന്നായിരിക്കണം. അതാണ് ബേസിക്കലി നോക്കാനുള്ളത്. പിന്നെ കുറേ താഴോട്ട് വന്നതിൻ്റെ ശേഷം മുകളിലേക്ക് കയറി വരുമ്പോഴാണ് നമുക്ക് മേടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെങ്കിലും വിൽക്കേണ്ട സമയത്ത് ഇത് വിൽക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. വാങ്ങിയിട്ടാൽ മാത്രം പോരാ, വിൽക്കേണ്ട സമയത്ത് എങ്ങനെ വിൽക്കാം, നമുക്കിത് കാത്തിരുന്ന് നോക്കാൻ സമയമില്ലാത്തവർക്ക് അതിനുള്ള മെത്തേഡുകളുണ്ട്. അതും കൂടി നമുക്ക് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഈ ABBയുടെ ചാർട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം. ABBയുടെ ഇത് ഡെയിലി ചാർട്ട് എടുക്കാം. പക്ഷേ ഡെയിലി ചാർട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വിംഗ് ട്രേഡേഴ്സിന് 2 ടൈം ഫ്രെയിമാണ് നല്ലത്. അതിലും കൂടുതൽ കുഴപ്പമൊന്നുമില്ല. ഒരു ആവറേജ് ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ 2, അതായത് ഒന്ന് ഒരു ഡേ ക്യാൻഡിൽ നമ്മൾ നോക്കണം. ഡേ ടൈം ഫ്രെയിം ചെക്ക് ചെയ്യണം. ഈ ഡേ ടൈം ഫ്രെയിമിൻ്റെ ആ ഒരു ലെവലിലാണ് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് പ്രധാനമായിട്ടും നടക്കുക. അത് മാത്രമല്ല, നമ്മൾ 1 അവർ ടൈം ഫ്രെയിം ചെക്ക് ചെയ്യണം. 1 അവർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ ഈ സ്വിംഗ് ട്രേഡേഴ്സിന് ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് 1 അവർ ടൈം ഫ്രെയിം. ചിലർ 2 അവറൊക്കെ ഉപയോഗിക്കും. 2 അവറും അങ്ങനെ ഒരുപാട് ഉപയോഗിച്ചിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. 2 അവർ ഉപയോഗിക്കാം. പക്ഷേ അത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോഴാണ് 15 മിനിറ്റ്, 20 മിനിറ്റ്, 30 മിനിറ്റ് എന്നൊക്കെ 2 അവർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പ്രാധാന്യം കൊടുക്കേണ്ടുള്ളൂ. ഇത് സമയമില്ലാത്തവർക്ക് അധികം അതിന് മുകളിൽ പോകേണ്ട ആവശ്യമില്ല. ഒരു 1 അവർ പരിശോധിക്കുക. അതുപോലെ തന്നെ 1 ഡേ ക്യാൻഡിൽ പരിശോധിക്കുക. കൂടുതൽ നമുക്കിത്തിരി ലോങ് ടൈമിലേക്ക് പോകും, അങ്ങനെ വരികയാണ് 1-2 മാസത്തേക്ക് പോകുന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമുക്കൊരു വീക്കിലി ടൈം ഫ്രെയിമും കൂടിയിട്ട് ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ വീക്കിലി ടൈം ഫ്രെയിമിലും ഇത് താഴെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡേ ടൈമിലും ഇത്തിരി താഴെ കിടക്കുന്നത്. ടൈം ഫ്രെയിം 1 അവറിന് താഴെ കിടക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിങ്ങനെ കയറി വരുന്ന ഒരു സിറ്റുവേഷനാണ്. സ്വാഭാവികമായിട്ടും നമുക്കത് ട്രേഡ് എടുക്കാം. ഇതിപ്പോൾ ABB ഇന്ത്യയുടെ നമ്മൾ 1 ഡേ ക്യാൻഡിലാണ് കാണിക്കുന്നത്. 1 ഡേ ക്യാൻഡിൽ ഇത് കണ്ട, ഇത് ഇങ്ങനെ ഇതിനോടൊപ്പം നമ്മൾ ഈ 1 ഡേ ക്യാൻഡിലിനോടൊപ്പം നമ്മൾ ഇതിൻ്റെ ക്യാൻഡിലുകളാണ് കാണുന്നത്. ഇതിൻ്റെ മറ്റൊരു ടെക്നിക്കൽ ഇതും കൂടി നമുക്ക് ഉപയോഗിക്കാം. അതായത് നമ്മളിതിനകത്ത് വേറെ 2 കാര്യങ്ങൾ, RSI ഇട്ടിട്ടുണ്ട്. RSI കൂടാതെ നമുക്ക് അതിന് വോളിയം ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുന്ന വോളിയമാണ്. അത് കൂടാതെ നമ്മൾ വേറെ ഒരു കാര്യം ഇതിനുള്ളത്
ഈ മൂവിങ് ആവറേജസ് ആണ്. അപ്പോൾ നമ്മൾ EMA ആണ് ഇതിൽ ഉപയോഗിച്ചത്, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. ഈ EMA എന്ന് പറയുമ്പോൾ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്, അത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. SMA ആണ് പൊതുവെ ലോങ് ടൈമിൽ ഉപയോഗിക്കുക. SMA ഈ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിൽ ഉപയോഗിക്കാം, പക്ഷേ കുറച്ചുകൂടി ഫലപ്രദമായിട്ട് കണ്ടത് EMA ആണ്. SMA എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്. സിമ്പിൾ മൂവിങ് ആവറേജ് അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഡിലേ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിപ്പോൾ ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഗ്രേ കളറിൽ കാണുന്നത് 200 EMA ആണ്. അത് SMA ആണ് കുറേ കൂടി ലാഗ് ചെയ്യും. EMA കാരണം അത് അത്രയും 200 പീരീഡിൻ്റെ അളവ് എടുത്തിട്ട് അതിൻ്റെ കണക്കെടുത്തിട്ട് അതിൻ്റെ ആവറേജാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത്, ഒന്നുകൂടി നമ്മളതിനെ എടുക്കുന്നത് ഒരു EMA കൂടി. മറ്റൊരു EMA എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ കളറിൽ കാണുന്ന EMA 50 EMA ആണിത്. 50 EMA എന്ന് പറഞ്ഞാൽ സ്വിങ്ങിന് നല്ലതാണ്, സ്വിങ്ങിനും ലോങ് ടൈമിനും നല്ലതാണ് 50 EMA. അപ്പോൾ ഈ 50 EMA ഈ നമ്മുടെ ഈ 200 EMA ക്രോസ് ചെയ്തിട്ട് പോകുന്നുണ്ടോ നോക്കാം. ഇതൊരു ക്രോസ് ഓവർ സ്ട്രാറ്റജിയാണ്. EMA ക്രോസ് ഓവർ എന്നാണ് നമ്മൾ ഇതിന് ടെക്നിക്കലി പറയുന്നത്. അപ്പോൾ ഈ ക്രോസ് ഓവർ സ്ട്രാറ്റജി നമ്മളിതിനോടൊപ്പം ചേർത്ത് ലിങ്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ, ക്ലബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിലൂടെ കൂടുതൽ ഫലം ഉണ്ടാവും. അപ്പോൾ ഈ 50 EMA മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അത് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 50 കൂടാതെ ഒരു 20 കൂടി ഇടുക. ചിലർ 13 ഇടാറുണ്ട്. 13 ഇടുന്നവരുണ്ട്, 9 ഇടുന്നവരുണ്ട്, സ്വിങ്ങിന് തന്നെ 13 ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ 9 ഇടുമ്പോൾ ഇൻട്രാഡേക്കൊക്കെയാണ് നല്ലത്. നമ്മളുടെ കുറേ ഒരു കാലത്തെ അനുഭവം എന്ന് പറയുമ്പോൾ ഇത് ഈ കൂടുതൽ ഫലപ്രദമായിട്ട് വരുന്ന പൊസിഷണൽ ട്രേഡിങ്ങിന് ഇപ്പോൾ 200 EMA, 50 EMA, അത് കഴിഞ്ഞിട്ട് 20 EMA ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നീണ്ട ടൈം ഫ്രെയിം ആകുമ്പോൾ ഇതിൻ്റെ ആ വളർച്ചയുടെ ആ ഒരു ലെവല് വ്യത്യാസം വരും ചെയ്യും. പെട്ടെന്ന് താഴോട്ട് വന്ന് പെട്ടെന്ന് മുകളിലോട്ട് വരില്ല. അതിനൊക്കെ കവർ ചെയ്ത് വരുന്ന ഒരു മെത്തേഡാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കാതെ ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കമ്പനി 2022 കുറച്ച് മുകളിലേക്ക് പോയിട്ട് വന്നിട്ട് അതായത് 2022 പോയിട്ടുള്ള ഒരിതാണ് ഓഗസ്റ്റിൽ 2022 ഓഗസ്റ്റ് 24 ഇതിങ്ങനെ വലിയ ക്യാൻഡിൽ വന്ന് ഇത് കയറിപ്പോയിട്ട് ഇവിടുന്ന് കയറിപ്പോയി 2866 പ്രൈസ് റേഞ്ചിൽ നിന്ന് കയറിപ്പോയിട്ട് 3399 വരെ കയറി. അപ്പോൾ അതിലൊക്കെ ട്രേഡ് എടുത്ത ആൾക്കാർക്ക് 8-10% ഒക്കെ കിട്ടും. അതങ്ങനെ വീണ്ടും താഴോട്ട് വന്നു. ഇതാണ് സ്വിങ് മെത്തേഡുകൾ. കാരണം ഇതിങ്ങനെ വീണ്ടും താഴോട്ട് വന്ന് പിന്നെ ഈ ഒരു ഹൈ സൃഷ്ടിച്ചു. ഈ ഹൈയിൽ നിന്ന് പിന്നെ വീണ്ടും ഹയർ ലോ ആണ് പിന്നെ വരുന്നത്. ഹയർ ഇവിടെ അതൊക്കെ ഹയർ ആണ്, ഇതൊക്കെ ഹയർ ലോ ആണ് വരുന്നത്. കണ്ടോ, ഇതൊക്കെ ഹയർ ലോ അങ്ങനെ വന്നിട്ട് ഒരു താഴോട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വരയ്ക്കാൻ വേണം. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് നോക്കാം. അതിൻ്റെ ട്രെൻഡ് ലൈൻ ഇടുകയാണെങ്കിൽ ഇത് ഇവിടുന്ന് ഇതിങ്ങനെ കുറഞ്ഞ് താഴോട്ട് വരുന്നിട്ടില്ലേ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആ താഴോട്ടുള്ളൊരു ലൈനാണത്. അപ്പോൾ നമുക്കത് താഴോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ വീണ്ടും വന്നിട്ട് പിന്നീട് ഇവിടെ എത്തുമ്പോഴേ ഇപ്പോൾ ഉദാഹരണത്തിന് 2022 ജനുവരി 2023 ജനുവരിയിൽ എത്തിയപ്പോൾ അതിങ്ങനെ താഴോട്ട് വന്നിട്ട് ഇതൊരു കൺസോൾട്ടേഷൻ നമുക്ക് കുറച്ച് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കണ്ട അങ്ങനെ വന്ന് ഇങ്ങനെ താഴോട്ടുള്ളൊരു സ്വിങ് ആയിരുന്നു. അതിവിടെ വന്നിട്ട് കൺസോൾട്ടേഷൻ മോഡിൽ വന്നു. ഈ കൺസോൾട്ടേഷൻ മോഡിൽ വന്നപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കൺസോൾട്ടേഷൻ മോഡ് നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഈ ട്രേഡേഴ്സ് നോ ട്രേഡ് സോൺ എന്നാണ് പറഞ്ഞത്. ഈ കൺസോൾട്ടേഷൻ മോഡിൽ വന്നിട്ട് ഇത്തിരി സൂം ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ കൺസോൾട്ടേഷൻ മോഡിൽ വന്നപ്പോൾ ഇത് ശരിക്കും ടി വിയിൽ കണ്ടാലേ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒന്നല്ല ലാപ്ടോപ്പിൽ കാണാം, അല്ലെങ്കിൽ ടി വിയിൽ കാണാം. ഇത് ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ല. ലാപ്ടോപ്പിൽ ഇട്ടാൽ സുഖമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർ ലാപ്ടോപ്പിലിട്ട് കാണാം, അതല്ല നിവൃത്തിയില്ലെങ്കിൽ മാത്രം മൊബൈലിൽ കാണാം. അപ്പോൾ ഇതിവിടെ വന്നിട്ട് ഈ കൺസോൾട്ടേഷൻ കണ്ട അതിങ്ങനെ കുറഞ്ഞ ഈ ബോറിങ് ക്യാൻഡിലുകൾ ഇങ്ങനെ വന്ന് ഇത് ബോറിങ് ക്യാൻഡിലാണ്, ലാഗിങ് ക്യാൻഡിൽ, ബോറിങ് ക്യാൻഡിൽ എന്നൊക്കെ പറയും. ഇത് വന്നിട്ട് ഇവിടെ ഒരു ഡോജ് സൃഷ്ടിച്ചു. ഈ ഡോജ് സൃഷ്ടിച്ചിട്ട് പിന്നെ അടുത്തത് കയറാണ് ചെയ്യുന്നത്. അടുത്ത് കയറുമ്പോൾ വീണ്ടും അതിൻ്റെ ഈ ലോയുടെ ക്ലോസിങ്ങിൻ്റെ ഹൈയുടെ മുകളിൽ വീണ്ടും ഓപ്പൺ ചെയ്തു അടുത്ത ക്യാൻഡിൽ. അത് വലിയ ക്യാൻഡിൽ അത് വീണ്ടും വന്നു, പക്ഷെ കുറച്ചുകൂടി താഴോട്ട് പോയി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതൊരു സിഗ്നലാണ് കാണിക്കുന്നത്, കയറി പോകാനുള്ളൊരു സാധ്യത കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്,
ഈ 200 ഇതാ വീണ്ടും ഒരു കൺസോളിഡേഷൻ മോഡിലേക്ക് പോയി. അപ്പോൾ 200 EMA, ഈ 200 EMA ഇവിടുന്ന് കയറി അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. അതിൻ്റെ മുകളിലേക്ക് കയറുന്നതിനോടൊപ്പം ഈ 50 EMA ഇവിടെ ക്രോസ് ചെയ്തു. 50 EMA ഈ 20 EMA ക്രോസ് ചെയ്തു. ഇത് ടെക്നിക്കൽ കാര്യങ്ങളാണ്, പറയുമ്പോൾ ഭയങ്കര ബോറുണ്ടാവും, ഭയങ്കര കേൾക്കുമ്പോൾ ഒരു മടി ഉണ്ടാവും, ഓഫാക്കി പോകാനൊക്കെ തോന്നും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൽ വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ കുറച്ച് പഠിക്കണം. നമ്മൾ മറ്റ് പഠനങ്ങൾ നടത്തുന്ന പോലെ തന്നെ വളരെ ഉത്സാഹത്തോടെ പഠിച്ചാൽ മാത്രമേ ഇതിലൂടെ ഇത് വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല അത്. വെറുതെ ഡ്രൈവിംഗ് അറിയാത്ത പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് അറിയാത്ത അതേ ഒരു വണ്ടി എടുത്തിട്ട് റോഡിൽ പോണ പോലെ ആയി പോകും, ഉള്ള കാശ് കയ്യിൽ നിന്ന് പോയി കിട്ടും. അപ്പോൾ അതേ സമയത്ത് ഇത് ശരിക്കും പ്രൊഫഷണലായിട്ട് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്നും അറിയാത്തവർ വെറുതെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി നല്ല കമ്പനികളിൽ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങിയാൽ മതി. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടി. കണ്ടോ, ഇവിടെ ആദ്യം ഈ ലാഗിങ് ക്യാൻഡിലുകൾ വന്നു, പിന്നെ വലിയ ക്യാൻഡിൽ വന്നു, പിന്നെ അതിൻ്റെ ക്ലോസിങ്ങിൻ്റെ മുകളിൽ അടുത്ത ക്യാൻഡിൽ, ഇതൊരു ഡേ ക്യാൻഡിലാണ്, അടുത്ത ക്യാൻഡിൽ ഈ ക്ലോസിങ്ങിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ അത് കൺഫർമേഷൻ കിട്ടി. പിന്നെ കയറി പോവുക ചെയ്യുന്നത്. അപ്പോൾ ഇത് കയറി പോകുമ്പോൾ വേറെ ഒരു നമ്മളെ മൂവിങ് ആവറേജ് നമുക്കിവിടെ ഒരു കൺഫർമേഷൻ തരുന്നുണ്ട്. ഈ ഓൾറെഡി 200 EMA മുകളിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 50 EMA മുകളിലേക്ക് അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതൊരു ക്രോസ് ഓവറാണത്. അതിനെ ക്രോസ് ചെയ്തിട്ട് എന്തുണ്ടായിട്ടുണ്ട്, ഈ 20 EMA കയറി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കത് തീർച്ചയായിട്ടും വാങ്ങിക്കാം. ഇപ്പോൾ ഈ ഇത്തരം ഇൻഡിക്കേറ്റർ, അത് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു ചാർട്ടാണ്. അതിൻ്റെ പെയ്ഡ് വെർഷനുണ്ട്, ഫ്രീ വെർഷനുണ്ട്. ഫ്രീ വെർഷൻ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഫ്രീ വെർഷനിൽ കിട്ടും. നിങ്ങൾക്ക് ഫ്രീ വെർഷൻ എടുത്താൽ മതിയാവുമായിരിക്കും. പിന്നെ സിറോദയിലൊക്കെ ആണെങ്കിൽ സിറോദ, അതുപോലെ ICICI ഡയറക്റ്റ്, അതുപോലെ കുറേ 5 പൈസ, കുറേ ബ്രോക്കേഴ്സ് ഇത് കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഈ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഈ ചാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു പൊസിഷൻ ലെവലിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും നോക്കാം. ഇപ്പോൾ ABB ആണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ലെവലിൽ വരുന്നത് പ്രൈസ് നമുക്കിവിടുന്ന് കാണുന്നുണ്ടാവും. നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കോർണറിൽ പ്രൈസ് കാണിക്കാം. 2915 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ 2915 നിന്ന് ഇത് കയറി ഇതുണ്ടാവും. ഇത് ഒരു കുറേ ഇപ്പോൾ ഒരുപാട് കയറി വന്നു നമ്മൾ 2915 വാങ്ങിച്ച ആൾക്കാരുണ്ടെങ്കിൽ അത് നല്ല 2915 ഇൻറ്റു ഒരു 12% അതിൻ്റെ മുകളിലൊക്കെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യാന്നുള്ളതാണ്. 2915 ഇൻറ്റു 12% നമുക്ക് നോക്കാം. ഡിവൈഡ് ബൈ 100 പ്ലസ് 2915. അപ്പോൾ ഈ ഒരു 3200 എത്തുള്ളൂ. അപ്പോൾ 12% ആണെങ്കിൽ 3200 എത്തുള്ളൂ. 3200 കാണാം. ഈ ലെവലിൽ എത്തുമ്പോൾ തന്നെ ഇവിടെ അത്യാവശ്യം ഉയരം വന്ന് ഇവിടുന്ന് എടുത്ത് അത്യാവശ്യം ഉയരം ഈ ലെവലിൽ എത്തുമ്പോൾ വിറ്റാൽ തന്നെ നമുക്ക് അത്യാവശ്യം 10-12% ലാഭം കിട്ടും. അത് കുറച്ചും കൂടി ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതിങ്ങനെ കയറി പോയിട്ട് ഇവിടുന്ന് ഒന്നും കൂടി ഒരു ഓസിലേഷൻ ചെയ്ത് ഒരു ബ്രീത്ത് എടുത്ത് ഒരു ചെറിയ ലോ വന്ന്, സ്വിങ് ആണല്ലോ, ഒരു ലോ വന്ന് പിന്നെ വീണ്ടും വലിയ തോതിൽ കയറി പോകുന്നുണ്ടായിട്ടുള്ളത് കണ്ടോ. ഈ ക്രോസ് ഓവറുകളൊക്കെ ഇവിടെ നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50 EMA എന്ത് ചെയ്തിട്ടില്ല, ഈ 20 EMA ക്രോസ് ചെയ്തിട്ടില്ല. അത് അങ്ങനെ തന്നെ നിൽക്കണം. അതുകൊണ്ട് അതിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് കൂടുന്തോറും നല്ലതാണ്. ഗ്യാപ്പ് അടുത്തടുത്ത് വരുമ്പോൾ ശ്രദ്ധിക്കണം. കണ്ടോ, ഇത് അടുത്തടുത്ത് വന്നെങ്കിലും ഇതൊരു ട്രാപ്പ് പോലെ വന്നു. ഒരു ട്രാപ്പ് പോലെ ഈ ബെയർ ട്രാപ്പ് പോലെ വന്നു. ഈ ബെയറിഷ് ക്യാൻഡിലുകൾ ഇങ്ങനെ വന്നു താഴോട്ട് വരുന്നുണ്ടെങ്കിലും ഇത് നമ്മളിവിടെ വെച്ച് വിൽക്കും സാധാരണഗതിയിൽ. ഇതിവിടെ വെച്ച് വിൽക്കാതെ ഇവിടുന്ന് തന്നെ നമുക്ക് തിരിച്ച് കയറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതിൻ്റെ ഒരു കൺഫർമേഷനാണ് ഈ മൂവിങ് ആവറേജ് നമുക്കിവിടെ തരുന്നത്. അതുകൊണ്ടാണ് ഈ 50 EMA ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ 20 EMA താഴോട്ടൊന്ന് ക്രോസ് ചെയ്യുന്നില്ല. അത് മുട്ടുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ വലിയ ക്യാൻഡിൽ സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും മുകളിലേക്ക് കയറി. അപ്പോൾ ഈ കമ്പനിയിലെ ആൾക്കാർക്കുള്ള താല്പര്യമാണ് നമ്മളിത് കാണേണ്ടത്. അപ്പോൾ അതിനും കൂടി ചില കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണം ഞാൻ ലാസ്റ്റിൽ പറഞ്ഞുതരാം. ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് അതങ്ങനെ വരുന്നതെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അത് ഗ്യാപ്പ് കൂടി ഈ EMAകളുടെ ഗ്യാപ്പ് കൂടി അതുപോലെ വോളിയം കൺഫർമേഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കണ്ടോ, ഈ ലെവലിലേക്ക് വരുമ്പോൾ വോളിയം കൂടുന്നുണ്ട്. ഇവിടെ വോളിയം കൂടുന്നുണ്ട്. കണ്ടോ, ഹൈ ലെവലിൽ വോളിയം വർദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ തോതിൽ വോളിയം കൂടി നമ്മളുടെ ഇതിനകത്ത് ചാർട്ടിനകത്ത് ഇട്ട് വയ്ക്കണം. വോളിയം ചാർട്ടിനകത്ത് എല്ലാതും നമുക്ക് ഇട്ട് വയ്ക്കാം. വോളിയം ഇട്ട് വയ്ക്കാം, അതുപോലെ തന്നെ മൂവിങ് ആവറേജ് ഇട്ട് വയ്ക്കാം, ഈ RSI ഇട്ട് വയ്ക്കാം. അങ്ങനെ 2-3 സപ്പോർട്ട്
ടെക്നിക്കൽ ഇത് നമ്മൾ ഇട്ട് വെക്കണം. അങ്ങനെ ഈ വോളിയം കൂടി കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം, ഇത് കൂടി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ വോളിയം റെഡ് കൂടിയാൽ സ്വാഭാവികമായിട്ടും താഴോട്ട് വരാനാണ് സാധ്യത. പക്ഷേ എന്ന് വെച്ചാൽ അത് പൂർണ്ണമായിട്ട് താഴോട്ട് വന്നോളന്നില്ല. ഈ ഗ്രീന് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിങ്ങനെ വന്നു, അപ്പോൾ നല്ല ലെവലിലേക്ക് പോയി. അപ്പോൾ ഇതിൽ ലെവലിലൊക്കെ വാങ്ങിച്ചിരുന്നെങ്കിൽ നല്ല ലാഭം കിട്ടുമായിരുന്നു. പക്ഷേ ഇനി കൺസോൾട്ടേഷൻ മോഡിൽ പോയിട്ട് വീണ്ടും ഇതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. കണ്ടോ, ഇത് വന്നിട്ട് കയറി പോയിട്ട് ഇവിടെ കൺസോൾട്ടേഷൻ മോഡ് സൃഷ്ടിച്ചു, വീണ്ടും ഒരു W ലെവലിലേക്ക് വന്നു. അതായത് ഡബിൾ ബോട്ടം. കണ്ടോ, ഈ ഡബിൾ ബോട്ടം ഒരു ഏകദേശം ഡബിൾ ബോട്ടാണ്, ഫുൾ ഡബിൾ ബോട്ടം ആയിട്ടില്ല, പക്ഷേ ഒരു ഏകദേശം ഡബിൾ ബോട്ടാണ്. ഈ ഡബിൾ ബോട്ടത്തിൻ്റെ ഈ ആദ്യത്തെ ഡബിൾ ബോട്ടം ഇവിടെ വന്നു, രണ്ടാമത്തെ ഡബിൾ ബോട്ടം ഇവിടെ വന്നു. ആ ഡബിൾ ബോട്ടം കഴിഞ്ഞ് വീണ്ടും ഈ ലെവലിലെത്തി. കണ്ടോ, ഈ ബോട്ടം സൃഷ്ടിച്ചതിൻ്റെ അതിൻ്റെ ടോപ്പ്, ഈ ടോപ്പാണ് ഈ കാണിക്കുന്നത്. ഈ ടോപ്പ് ഞാൻ ഒരു ഇതിട്ടിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരു ട്രെൻഡ് ലൈൻ ഇട്ടിട്ട് തന്നെ നമുക്ക് നോക്കാം. ഇതിവിടെ ഈ ബോട്ടം ഇവിടെയാണ് ഇത് വരുന്നത്. കേട്ടോ, ഈ ലൈനിലൂടെ വന്നു കഴിഞ്ഞാൽ ഇതാണ്ട ഇവിടെ എത്തിയപ്പോൾ എന്തായി, അത് വീണ്ടും കയറിപ്പോയി. കേട്ടോ, ഇവിടെ എത്തിയിട്ട് വീണ്ടും അത് വന്ന് തിരിച്ചു വന്ന് ഈ ലെവലിൽ നമ്മൾ എടുത്തിരുന്നെങ്കിൽ കേട്ടോ വീണ്ടും പിന്നെ അത് കയറി പോകേണ്ട വന്ന്, അപ്പോൾ അത് പിന്നെ വീണ്ടും കയറിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഇനിയും വീണ്ടും അത് കയറിപ്പോകും. അതായത് വീണ്ടും ഇതാക്കണ്ട വന്ന് കയറിപ്പോകുന്നത്. കേട്ടോ, വലിയ തോതിലാണ് ഇത് കയറിപ്പോകുന്നത്. അപ്പോൾ ഈ കമ്പനി കയറിപ്പോകാനുള്ള കാരണങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വീണ്ടും പറയാം. അത് ഒന്നാമത്തെ ആളുകളുടെ ഇൻട്രസ്റ്റ്, എന്തുകൊണ്ട് ആളുകൾ ഇൻട്രസ്റ്റ് എടുക്കുന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ അടുത്തൊരു കമ്പനിയിലും കൂടി നമുക്ക് പരിശോധിക്കാം. അടുത്തൊരു കമ്പനി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലെ സ്വിങ്ങിന് സാധ്യതയുള്ള ഒരു കമ്പനികളാണത്. ഇപ്പോൾ ട്യൂബ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണത്. ട്യൂബ് ഇന്ത്യ, TI ഇന്ത്യ എന്നാണ് അതിൻ്റെ ഷോർട്ട്, TI ഇന്ത്യ. ട്യൂബ് ഇന്ത്യ എന്ന് പറയുന്നത് സൈക്കിളുകൾ, ഒരു തമിഴ്നാട് ബേസ്ഡ് കമ്പനിയാണ്. സൈക്കിളുകളും മറ്റും നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സസ്റ്റൈനബിലിറ്റി ഉള്ള നല്ല ഒരു കമ്പനിയാണത്. ഫണ്ടമെൻ്റലി നല്ലൊരു കമ്പനിയാണ്. അതിൻ്റെ ഫണ്ടമെൻ്റലി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ട്യൂബ് ഇന്ത്യയുടെ ഫണ്ടമെൻ്റലി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. TI ഇന്ത്യ, ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. സൈക്കിൾസാണ് പ്രധാനമായിട്ട് നിർമ്മിക്കുന്നത്, പക്ഷേ നല്ല കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഒരു മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 69,756 ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കമ്പനികളൊക്കെ പരിശോധിക്കേണ്ട ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിഫ്റ്റി 50 കമ്പനികൾ മാത്രം സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. നിഫ്റ്റി 50 കമ്പനികൾ. പിന്നെ നമുക്ക് കുറച്ചുകൂടി അതിൽ കമ്പനികൾ കുറവാണ്, നമുക്ക് കൂടുതൽ കമ്പനികൾ വേണം നമ്മൾ ഉദ്ദേശിച്ച തലത്തിൽ. അല്ലെങ്കിൽ ഒരു കമ്പനി എല്ലാം ലാഭം കൊടുത്ത് നിൽക്കണം, പുതിയ കമ്പനികളൊന്നും കണ്ടെത്തിയാലേ പറ്റുമെന്ന് വെച്ചാൽ നെക്സ്റ്റ് നിഫ്റ്റി ഉണ്ട്. നെക്സ്റ്റ് നിഫ്റ്റിയിലേക്ക് പോവാം. അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ നമ്മളൊരു 15,000 20,000 അതായത് 15,000 അല്ലെങ്കിൽ 20,000 crore മുകളിലുള്ള കമ്പനികൾ, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ അത്രയും ഉണ്ടായിരിക്കണം, എന്നാലേ എടുക്കാമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം കണ്ടീഷൻ 69,000 രൂപ, 69,794 കോടിയാണ് ഇവരുടെ മാർക്കറ്റ് വാല്യൂ ഉള്ളത്. ഫേസ് വാല്യൂ 1 അതേ സമയത്ത് ഇവരുടെ ബുക്ക് വാല്യൂ വളരെ നല്ല ബുക്ക് വാല്യൂ ആണ്. 204 ബുക്ക് വാല്യൂ ഉണ്ട്. പിന്നെ EPS ഒക്കെ വളരെ നല്ല EPS ആണ്, 68. പിന്നെ CAGR നോക്കി കഴിഞ്ഞാൽ CAGR നല്ല CAGR ആണ്. സെക്കൻഡ് കാണാം. ഇതിൻ്റെ പെട്രോസ്റ്റി സ്ക്വയർ 8 ആണ്. ഏത് കമ്പനികളാണ് എത്ര നല്ല സസ്റ്റൈനബിലിറ്റി ഉള്ള, അപ്പോൾ സ്ട്രോങ് ഫിനാൻഷ്യൽസ് ആണ്. 8 ആണ് ഇതിൻ്റെ CAGR. ഇതിൻ്റെ 3 years CAGR നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 48, ഒരിക്കലും ഇത് താഴോട്ട് വരുന്നില്ല, കൂടി വരിക ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് 46, അതുപോലെ തന്നെ റവന്യൂ 46. ഇത്രയൊക്കെയാണ് കമ്പനീനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത് നമ്മൾ സ്വിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകണമെന്ന് വെച്ചെങ്കിൽ ഇപ്പോഴത്തെ വില 3,605 അത് ഒരു വർഷത്തെ ആവറേജ് നോക്കുകയാണെങ്കിൽ 2,485 കൂടിയത്, 4,000 ചില്ലറ രൂപ ഉയർന്ന 52 വീക്കിൻ്റെ ഉയരത്തിലുണ്ട്. ഇപ്പോൾ അത് 3,600 ആയതുകൊണ്ട് കുറച്ചുകൂടി ഇത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ലെവലിൽ ഇപ്പോൾ അത് വാങ്ങിക്കാവുന്നതാണ്. ഇനിയൊരു പൊസിഷൻ വരുമ്പോൾ അത് എവിടെയൊക്കെ നമുക്കത് വാങ്ങിക്കാം എന്നുള്ളതിൻ്റെ മറ്റൊരു ഇൻഡിക്കേറ്റർ കൂടി നമുക്ക് പഠിക്കാം. നമുക്ക് മറ്റൊരു മെത്തേഡ്, അതായത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ടത്. അത് ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണിൽ കാണുന്ന ഇതിപ്പോൾ ഒരു ഡിമാൻഡ് സോണായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രൈസ് റേഷ്യോ വെച്ചിട്ടാണ് ഇത് കണക്കാക്കുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. ഇതാണ് ഈ പ്രൈസ് റേഞ്ച്, ഈ കാണിക്കുന്ന പ്രൈസ് റേഞ്ചാണ്. ഈ പ്രൈസ് റേഞ്ചാണ് ഈ കാണുന്നത്. ഇതിൻ്റെ നമ്മൾ പ്രൈസ് റേഞ്ച് എടുത്തിരിക്കണം. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 2023 നവംബറിൽ നിന്ന് ഈ കമ്പനി മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്.
കേട്ടോ, ഈ ഒരു ലെവലിൽ നിന്നാണ് മുകളിലേക്ക് കയറിപ്പോയത്. അത് വീണ്ടും വന്നിട്ട് അതേ ലെവലിലേക്ക് ഈ പ്രൈസ് റേഞ്ചിലേക്ക് വീണ്ടും വന്നു. അതായത് ഇതൊരു ഡിമാൻഡ് സോണാണ്. ഈ സോണിലെത്തുമ്പോൾ ഇതിങ്ങനെ കയറിപ്പോയിട്ട് ഇങ്ങനെ കയറിപ്പോയിട്ട് ഇവിടെ ഒരു സപ്ലൈ സോണ് സൃഷ്ടിക്കും. ഇതൊരു ഒരു സാങ്കല്പിക സപ്ലൈ സോണാണ്. ഇതൊരു സപ്ലൈ സോൺ കൺഫർമേഷൻ വന്നിട്ടില്ല, പക്ഷേ ഇവിടെ നിന്ന് സപ്ലൈ തുടങ്ങുന്നുണ്ട്. നമുക്ക് മനസ്സിലാവും ഇവിടെ എത്തിയപ്പോൾ സപ്ലൈ വന്നു, ഇവിടെ എത്തിയപ്പോൾ സപ്ലൈ വന്നു, ഇവിടെ എത്തിയ സപ്ലൈ വന്നു. ഇവിടെ സപ്ലൈ സോൺ പിന്നീട് നമുക്ക് വരയ്ക്കാവുന്നതാണ്, പക്ഷേ അതിൻ്റെ ടൈം ആയിട്ടില്ല. പക്ഷേ ഇത് വീണ്ടും ഈ ഒരു താഴോട്ട് വരുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ചിലേക്ക് ഇങ്ങനെ വരുമ്പോൾ വീണ്ടും ഇവിടെ വന്ന് ആദ്യം ഇവിടെ നിന്ന് എടുത്ത് പോയത് തന്നെ 2023 നവംബറിലാണ്. അതിന് പിന്നെ 2024 ജനുവരിയിൽ വീണ്ടും അതേ ലെവലിൽ വന്നിട്ട് കയറിപ്പോയി. വീണ്ടും 2024 ഫെബ്രുവരിയിൽ വന്നിട്ട് വീണ്ടും കയറിപ്പോയി. അപ്പോൾ വീണ്ടും വന്ന് കയറി പോയി. അങ്ങനെ അതൊരു ഹിസ്റ്ററി റിപ്പീറ്റ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണിൻ്റെ ഒരു ഇതാണ്. പക്ഷേ നമ്മൾ സപ്ലൈ ഇതിൽ വരച്ചിട്ടില്ല, ഡിമാൻഡ് മാത്രമാണ് ഇപ്പോൾ അതിൽ വരച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഡിമാൻഡ് സോണാണ്, കാരണം ഇവിടുന്ന് ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങുന്നുണ്ട്. കണ്ടോ, ഈ ഡിമാൻഡ് ആകുമ്പോൾ ഇത് വാങ്ങിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഈ കമ്പനി വീണ്ടും ഇപ്പോൾ ഇത് ഇവിടെ വരെ വന്ന് നിൽക്കുന്നുണ്ട്, ഡിമാൻഡ് സോണിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് തന്നെ ആൾക്കാർ ഇതിൻ്റെ ഗ്രീൻ സിഗ്നൽ, ലോങ് ഗ്രീൻ സിഗ്നൽ കണ്ടില്ലേ, ഈ ലോങ് ഗ്രീൻ സിഗ്നൽ കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ആളുകൾ വാങ്ങി തുടങ്ങി. അപ്പോൾ ആ ഒരു ക്യാൻഡിലിനെ മറികടന്ന് അടുത്ത ക്യാൻഡിൽ ഉയരത്തിലേക്ക് പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 200 MA മറ്റ് ഇതും കൂടി ഇൻഡിക്കേറ്റേഴ്സും കൂടി നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ടല്ലോ, ചാർട്ടുകളുണ്ട്. അപ്പോൾ 200 ഈ ഗ്രേ നമ്മൾ പറഞ്ഞല്ലോ, ഈ 200 EMA ആണ്. ഈ 200 EMA ഇതിപ്പോൾ ക്രോസായിട്ട് വരുന്നുണ്ട്. ഇതിങ്ങനെ ആവറേജ് ക്രോസായിട്ട് താഴോട്ടാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ അത് കാരണം അത് മുകളിൽ നിന്നാണ് ഇപ്പോൾ താഴോട്ട് വരുന്നത്. പക്ഷേ താഴോട്ട് വരുന്നുണ്ട് ചെയ്യണം. ബാക്കി സിഗ്നലിൽ നമുക്ക് പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. ഇവിടെ വലിയൊരു ഡോജ് വന്നിട്ടുണ്ട്. ഈ ഡോജ് വന്ന് അതിൻ്റെ ക്ലോസിങ്ങിൽ അടുത്ത ക്യാൻഡിൽ വന്ന് ഇനി ഒരു അടുത്ത ക്യാൻഡിലും കൂടി പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് വാങ്ങാം. അപ്പോഴേക്കും മറ്റ് ഇൻഡിക്കേറ്ററുകളൊക്കെ തിരിച്ചു പോകാനുള്ള ഒരു സാധ്യത തുടങ്ങും. പിന്നെ നമ്മളിതിൽ പ്രധാനപ്പെട്ട നിങ്ങളോട് പറയാൻ വെച്ചിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കമ്പനികളുടെ റിസൾട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ ജനുവരിയിൽ റിസൾട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ഏപ്രിൽ റിസൾട്ട് ഉണ്ടാവും, ജൂലൈയിൽ റിസൾട്ട് ഉണ്ടാവും. ഈ കാലങ്ങളിലൊക്കെ വരുന്ന റിസൾട്ടിനോടടുക്കുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ കമ്പനികളൊക്കെ വില കൂടാൻ തുടങ്ങും. കാരണം റിസൾട്ട് നന്നാവും എന്നുള്ള പ്രതീക്ഷയിൽ ആ പ്രതീക്ഷയുള്ള കമ്പനികളൊക്കെ വില കൂടാൻ തുടങ്ങും. ഇതൊന്നും ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ പൈസ കൊടുത്ത് 50,000 1 ലക്ഷം കൊടുത്ത് കുറേ ചാർട്ട് പാറ്റേണോ ഒക്കെ NSE അക്കാദമിയിലൊക്കെ പഠിച്ച് വരുമ്പോൾ മാത്രമേ നമുക്കിത് അറിയാൻ കഴിയുള്ളൂ. അല്ലാണ്ട് സാധാരണ എല്ലാവർക്കും അറിയണവരോട് പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മാർക്കറ്റിൽ റിസൾട്ട് വരുമ്പോൾ എന്തുണ്ടാവും, റിസൾട്ട് വരുമ്പോൾ കമ്പനി വളരും. ആ വളർച്ചയ്ക്കൊപ്പം ഒരു പിരമിഡിങ് മെത്തേഡിലൂടെ നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി സ്വിംഗ് ട്രേഡിങ് നമ്മൾ പഠിച്ചു, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ ഇൻബോക്സിൽ വന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇമെയിൽ അയക്കാം. അപ്പോൾ പറ്റാവുന്ന അത്രയും കാര്യങ്ങളൊക്കെ മറുപടി പറയും. അപ്പോൾ സംശയങ്ങളുടെ ചോദിക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ജസ്റ്റ് കണ്ടിട്ട് പോയാൽ പോരാ, ഷെയർ ചെയ്യണം, മറ്റാളുകളിൽ എത്തിക്കണം, അഭിപ്രായങ്ങൾ എഴുതണം, ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മൾ സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും മറ്റുള്ളവരിൽ എത്തിക്കണം, എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത്രയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഈ ഒരു സെല്ലിങ് ഇപ്പോൾ ഈ മാർക്കറ്റിൽ നമ്മൾ ഈ റിസൾട്ട് വരുമ്പോൾ, അതുപോലെ തന്നെ ഈ ബഡ്ജറ്റ് വരുമ്പോൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ മുകളിലേക്ക് ചിലപ്പോൾ റോക്കറ്റ് പോലെ പോവും, അതുപോലെ താഴോട്ടും വരും. അപ്പോൾ താഴോട്ട് വരുന്നതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മളതിന് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കണം. ഒരു സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഇത്ര ഉദാഹരണത്തിന്, അതായത് കമ്പനി അത് കയറി പോകുന്നുണ്ട്, ഇപ്പോൾ മാർക്കറ്റ് ലൈവാണ്, ഇപ്പോൾ അത് കയറി പോകുന്നുണ്ട്, ഇപ്പോൾ ഈ കമ്പനി വാങ്ങിക്കാൻ പറ്റും. കാരണം ഇതൊരു W സൃഷ്ടിക്കാൻ പോകണത് കേട്ടോ. ഇവിടെ വന്നിട്ട് ഒരു W പോലെ എടുത്തു, വീണ്ടും ഇവിടെ വന്ന് ഈ ലെവലിൽ വരുമ്പോൾ ഇത് വാങ്ങിക്കാൻ പറ്റും. എന്താ ഈ ഒരു ലെവലിൽ വരുമ്പോൾ ഈ കമ്പനി വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം തന്നെ കുറേശ്ശെ വാങ്ങിച്ചിട്ടാലും കുഴപ്പമില്ല. ഇതാകണ്ട ഈ ലെവലിൽ വരുമ്പോൾ കമ്പനി വാങ്ങിക്കാൻ പറ്റും. ഈ കമ്പനി അതിന് മുന്നേ തന്നെ വാങ്ങിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്രീസിയേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ എങ്ങനെ വിൽക്കണം എന്നുള്ളതാണ്. നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കൊരു 4% 5% ലാഭം കിട്ടിയാൽ മതി എന്നുള്ള നിലക്കാണെങ്കിൽ ഒരു 5% ഇട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 6% ഇട്ട്. അധികം ലാഭം സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ പ്രതീക്ഷിക്കരുത്. അധികം ലാഭം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്
ഈ സ്വിംഗ് ട്രേഡിലല്ല, മറിച്ച് അധിക ലാഭം ഇൻവെസ്റ്റ്മെൻറ്റിലാണ് പ്രതീക്ഷിക്കേണ്ടത്. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ലാഭം എടുക്കുക, പോവുക, വീണ്ടും അടുത്ത താഴ്ച ഉണ്ടാകുമ്പോൾ വാങ്ങിക്കുക, അതാണ് ചെയ്യാനുള്ളത്. പിന്നെ മാർക്കറ്റിൽ നമ്മൾ ഈ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ആൾക്കാർ, അതായത് ഈ റിസൾട്ട് വരുന്നത് കണക്കിലെടുത്തുകൊണ്ട് വാങ്ങിക്കുന്ന ആൾക്കാർ, ട്രേഡ് എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ലോസ് വെക്കണം. കാരണം ഈ മാർക്കറ്റിൽ ഈ ഉദ്ദേശിച്ച റിസൾട്ട് വന്നില്ല, അല്ലെങ്കിൽ റിസൾട്ട് വന്നിട്ട് തന്നെ ആൾക്കാർ നല്ല ലാഭം എടുത്തിട്ട് കുറച്ച് ദിവസം കൊണ്ട് റിസൾട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് ചിലപ്പോൾ വീണ്ടും ഇറങ്ങും. റിസൾട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇറങ്ങുന്നത് കാണാറുണ്ട്. ഇനി റിസൾട്ട് നന്നാകുമ്പോൾ ആ റിസൾട്ട് വരണം 1-2 ദിവസങ്ങൾ 2-3 ദിവസങ്ങൾ നന്നായിട്ട് കൂടും. അപ്പോൾ ആ കൂടുന്ന കഴിഞ്ഞാൽ ചിലപ്പോൾ കുറയും, അതല്ല റിസൾട്ട് മോശമാണെങ്കിലും കുറയും. അപ്പം നമ്മളുടെ ഒരു നിശ്ചിത ലാഭം എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് അത് സ്റ്റോപ്പ് ലോസ് വെക്കണം. സാധാരണ ബ്രോക്കേഴ്സൊക്കെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ദിവസം ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസിൻ്റെ അതിൻ്റെ മാർക്കറ്റിൻ്റെ ടൈം കഴിഞ്ഞാൽ അത് കഴിഞ്ഞ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത ദിവസം വീണ്ടും സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കണം. പക്ഷേ സീറോതയിൽ വേറൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് ലോങ് ടൈമിന് ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കാം, ബൈയും ഇട്ട് വയ്ക്കാം, സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കാം. അതായത് സീറോതയിൽ GTT എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നല്ല ഒരു മെത്തേഡാണ്. ഈ GTT നമ്മൾ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് സെല്ല് ചെയ്യുക, നമുക്ക് 4% ആയി കഴിഞ്ഞാൽ പോയിക്കോട്ടെ, 4% കൂടുതൽ നമുക്ക് നഷ്ടം വേണ്ട. ഇപ്പം ലാഭം നമ്മൾ 5% 6% എടുത്തെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്രീസിയേഷൻ ഉണ്ടാവും. അതായത് കുറേ ട്രേഡ് അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പെർസെൻറ്റ് കൂടിയ ലാഭം കൂടുതലും നഷ്ടം കുറച്ചുമായിട്ടുള്ള അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത്. ഒരേ ലെവലിൽ പോകരുത്. ലാഭം നമ്മൾ ഒരു 6-7 ഇട്ട് കഴിഞ്ഞാൽ ഒരു 6 ഇട്ടാൽ നഷ്ടം നമുക്കൊരു 4 പോകണം. അതിലും താഴെ ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം, അതിലും താഴാകുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഈ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ അടിച്ചു പോകും. അപ്പോൾ അത് 4 വരെ നമ്മളത് സഹിക്കാൻ തയ്യാറാവണം. അപ്പോൾ നമ്മൾ കൂടുതൽ ഷെയറുകൾ ഇങ്ങനെ വാങ്ങിച്ച് കൂടുതലെണ്ണത്തിൽ ലാഭം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ലാഭം ഉണ്ടാവുകയാണ് ചെയ്യുക. പിന്നെ ഈ മാർക്കറ്റിൻ്റെ റിസൾട്ട് എടുക്കുമ്പോൾ എന്തായാലും നല്ല ലാഭം ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും കമ്പനി നഷ്ടം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു 4% നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കണം. സീറോതാകുമ്പോൾ നമുക്ക് GTT ഓർഡർ ഇടാം. അത് ഒറ്റ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് നിൽക്കും. അത് ഒരു മാസമോ 2 മാസമോ ചിലപ്പോൾ അതിലും കൂടുതലൊക്കെ അതങ്ങനെ കിടന്നോളൂ. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച് താഴോട്ട് പോകുന്ന ലെവലിൽ എന്ന് പറഞ്ഞാൽ താഴോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക് അടിച്ചു പോയിക്കോളാം. അതല്ല നമുക്ക് ഇതൊരു കമ്പനി കുറഞ്ഞ നിലവാരത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ വാങ്ങണമെന്ന് വെച്ചെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ വാങ്ങാൻ വേണ്ടിയിട്ട് GTT ഓർഡർ ഇട്ട് വെക്കാം. അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യാം, സംശയമുള്ളവർക്ക് ചോദിക്കും. അപ്പോൾ GTT ബൈ ഇട്ട് വയ്ക്കാം. ബൈ ഇട്ട് വെച്ചാൽ അതിനോടൊപ്പം സെല്ല് ഇട്ട് വയ്ക്കാം. ആ സെല്ല് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10% ലാഭം കിട്ടിയാൽ പോകാം, അല്ലെങ്കിൽ 8% ലാഭം കിട്ടിയാൽ എക്സിറ്റ് ചെയ്യാന്നുള്ള നിലയ്ക്ക് ബൈയും സെല്ലും കൂടി ഇട്ട് വയ്ക്കാം. അതാണ് GTTയുടെ പ്രത്യേകത. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് വെച്ചെങ്കിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി ഇത് പൊസിഷനിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പൊസിഷൻ തന്നെയാണ് നമ്മൾ എടുക്കുക. അതിൽ ക്യാഷ് ആൻഡ് ക്യാരിയാണ്. അപ്പോൾ CNC ആണ്. അത് പൊസിഷൻ എടുത്ത് നമ്മളത് വിൽക്കണ്ട. അപ്പോൾ നമ്മൾ കൂടുതൽ നഷ്ടത്തിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് നഷ്ടം വന്നാലും നല്ല കമ്പനികളൊക്കെ പിന്നീട് വീണ്ടും ഉയർന്നു വരും. അപ്പോൾ അത് വിൽക്കണ്ട, നമുക്ക് അത്രയും കാശ് നഷ്ടപ്പെടുത്തണ്ടെന്ന് തോന്നണമെങ്കിൽ വിൽക്കാതെ ഇടാം. നല്ല ഫണ്ടമെൻ്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അത് വിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങനെ തുടർന്നാൽ മതി. അത് പിന്നെ വീണ്ടും ബൈ ഓൺ ഡിപ്പ് കുറച്ച് താഴോട്ട് വരുമ്പോൾ കുറച്ചുകൂടി വാങ്ങിക്കുക, കുറച്ച് താഴോട്ട് വരുമ്പോൾ വാങ്ങിക്കുക. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കൂടും. ഇതൊക്കെ എത്രയൊക്കെ നമുക്കിതിൽ പറയാനുള്ളത്. ഞാൻ നിങ്ങളോടൊപ്പം പുണ്യകുളം സൈനിങ് ഓഫ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.